ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്കിന്ന് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഈ കാർട്ടൂൺ ഫോട്ടോ എങ്ങനെ എഡിറ്റ് ചെയ്യുന്നത് നോക്കിയാലോ. ഞാനിപ്പോൾ ഇവിടെ ഞങ്ങൾ കസിൻസിൻ്റെ ഫോട്ടോ ആണ് എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരുടെയും ഫോട്ടോ ഒക്കെ ഗാലറിയിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചു. നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്യുന്ന ആപ്പ് ഈ ആപ്പാണ്. ഇതിൻ്റെ പേര് ട്യൂൺമി. ഇത് എല്ലാ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഒക്കെ കിട്ടും. പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്യുക. അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിൽ ഇതേപോലെയുള്ള കുറേ ടെംപ്ലേറ്റ്സ് ഉണ്ടാവും. നമുക്ക് ഫോട്ടോ പല എഡിറ്റിങ്ങിലുള്ള ടെംപ്ലേറ്റ്സും അതിൽ ഇതേപോലെ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആയിട്ടുള്ള കാർട്ടൂൺ ടെംപ്ലേറ്റ്സ് ആണ് നമുക്ക് വേണ്ടത്. അങ്ങനെയുള്ള ടെംപ്ലേറ്റ് സെലക്ട് ചെയ്യുക. നമ്മുടെ ഫോട്ടോസ് അതിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക, സേവ് ചെയ്യുക. അപ്പോൾ നമുക്ക് എല്ലാ ഫോട്ടോയും അതേപോലെ ചെയ്യാം. ഇനി നമ്മൾ ഇത് സെറ്റ് ചെയ്യുന്നത് ഇൻഷോട്ട് എന്ന് പറഞ്ഞ ആപ്പിലാണ്. ഇതും പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. ഇത് ഓപ്പൺ ചെയ്താൽ ഇതായിരിക്കും ഇൻ്റർഫേസ്. അതിൽ ഫോട്ടോ സെലക്ട് ചെയ്യുക, ന്യൂ കൊടുക്കുക, ഏറ്റവും മുകളിൽ ബ്ലാങ്ക് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഒരു ബ്ലാങ്ക് പേജ് ഓപ്പൺ ആവും. പിന്നെ അതിൻ്റെ റേഷ്യോ നമുക്ക് വേണ്ടത് മാറ്റി കൊടുക്കാം. കളറും വൈറ്റ് തന്നെ വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വേണമെങ്കിൽ മാറ്റി കൊടുക്കാം. ഞാൻ പിങ്ക് ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇനി താഴെ എലമെൻറ്റ്സിൽ സ്റ്റിക്കർ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പം നമ്മുടെ ഫോട്ടോ സ്റ്റിക്കറാക്കാനുള്ള ഈ ഒരു ഓപ്ഷൻ കിട്ടും. അതിൽ രണ്ടാമത്തെ ഓപ്ഷൻ കണ്ടോ, കട്ടൗട്ട് ഓപ്ഷൻ. ആ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അത് തന്നെ സെലക്ട് ചെയ്യണം കേട്ടോ, എന്നാലേ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിട്ട് കിട്ടുള്ളൂ. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ട്യൂൺമി ആപ്പിൽ നിന്ന് കാർട്ടൂൺ ആക്കി വെച്ച ഫോട്ടോസ് ഉണ്ടല്ലോ, അത് ഓരോന്നായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അവിടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിട്ട് ആ ഫോട്ടോസ് കിട്ടും. എന്നിട്ട് അത് നമുക്ക് ഇതിൽ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പം ഓരോ ഫോട്ടോ സെലക്ട് ചെയ്യുക, ഇതേപോലെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിട്ട് കിട്ടും. പിന്നെ നമുക്കത് എവിടെയാണോ വേണ്ടത്, നമ്മൾ എല്ലാ ഫോട്ടോസും നോക്കുമ്പോൾ നമുക്കറിയാമല്ലോ ഏകദേശം എങ്ങനെയാണ് വെക്കേണ്ടതെന്ന്. അങ്ങനെ വെച്ച് നോക്കാം. അങ്ങനെ ഓരോ ഫോട്ടോസും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ രണ്ടാമതൊരു ഫോട്ടോ ആഡ് ചെയ്ത് കൊടുത്താൽ അത് നമ്മൾ ഇതിൻ്റെ അടുത്ത് വെക്കുമ്പം ഇതിൻ്റെ മുകളിലായിട്ടാണ് വരിക. ലെയർ മാറ്റണം, താഴെ ആക്കണം എന്നുണ്ടെങ്കിൽ ആ താഴെയുള്ള ഫോട്ടോ ഇല്ലേ അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് മുകളിലോട്ട് വരും. അങ്ങനെ നമുക്ക് എല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്കിപ്പോൾ മനസ്സിലായില്ലെങ്കിലും എഡിറ്റ് ചെയ്യുമ്പോൾ അത് മനസ്സിലാവും കേട്ടോ. അങ്ങനെ നമുക്ക് വേണ്ട ഫോട്ടോസൊക്കെ സെലക്ട് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് ഓരോന്നും സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ആ വൈറ്റ് ഔട്ട്ലൈന് റിമൂവ് ആയി പോവുകയാണെങ്കിൽ ആ എറേസർ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതേപോലെ രണ്ട് ഓപ്ഷൻ വരും, എറേസറും ബ്രഷും. ബ്രഷ് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് ആ ഔട്ട്ലൈൻ റിമൂവ് ആയി പോയ സ്ഥലത്ത് കൂടെ ആ ബ്രഷ് യൂസ് ചെയ്ത് അങ്ങനെ വരച്ചു കൊടുത്താൽ മതി. അപ്പോൾ ആ ഔട്ട്ലൈൻ കിട്ടും. ഇനി നേരെ തിരിച്ച് നമുക്ക് വേണ്ടാത്ത എന്തെങ്കിലും ഒരു ഭാഗം ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ടും പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ, ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ ഈ ബ്രഷിന് പകരം എറേസർ സെലക്ട് ചെയ്യുക. എന്നിട്ട് അത് നമുക്ക് എറേസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അങ്ങനെ ബാക്ക്ഗ്രൗണ്ടൊക്കെ എറേസ് ചെയ്ത് നമുക്കത് ഇതിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഫ്രെയിം ചെയ്യാനാണെങ്കിൽ ഇത് നമുക്ക് ക്യാൻവയിൽ ഇട്ടിട്ട് ഫ്രെയിമിൻ്റെ സൈസിലോട്ട് ആക്കിയെടുക്കാം. അല്ലെങ്കിൽ സ്റ്റുഡിയോയിൽ പറഞ്ഞാൽ പ്രിൻ്റ് ചെയ്യുമ്പം അവർ തന്നെ അത് ഫ്രെയിമിൻ്റെ സൈസിലാക്കിയിട്ട് എഡിറ്റ് ചെയ്ത് തരും. പിന്നെ ഇതിൻ്റെ മുകളിൽ കൊടുക്കുന്ന ടെക്സ്റ്റ് മെസ്സേജ് നമ്മളിപ്പം ഫാമിലി അല്ലെങ്കിൽ കസിൻസ് എന്നൊക്കെ എഴുതില്ലേ, അത് നമുക്ക് വേണമെങ്കിൽ മലയാളം ഹാൻഡ് റൈറ്റിംഗ് ഫോണ്ട് യൂസ് ചെയ്യാം. നമ്മൾ പണ്ട് ഇൻസ്റ്റഗ്രാമിലൊക്കെ ട്രെൻഡിങ് ആയിരുന്നല്ലോ, അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഇൻഷോട്ടിൽ തന്നെ ടൈപ്പിംഗ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതിൽ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫോട്ടോ റെഡി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.